ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെം ക്വീൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. അതായത് ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയോട് ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക കുട്ടികളും 100% കുട്ടികളും കെമിസ്ട്രി സബ്ജക്റ്റ് പറയില്ല. ഒരാളും ഇന്ന് വരെ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളോടാണെങ്കിൽ ചോദിച്ചാൽ ചിലപ്പോൾ അവർ കെമിസ്ട്രി ഇഷ്ടമാണ് എന്നൊക്കെ പറയുമായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടികളോടും കെമിസ്ട്രി ഫേവറേറ്റ് സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അവരുടെ ഓപ്ഷനിൽ കെമിസ്ട്രി വരികയില്ല. അതിനുള്ളൊരു മെയിൻ റീസൺ ഞാൻ ഈ പറയാൻ പോകുന്ന ആളാണ്, ഓർഗാനിക് കെമിസ്ട്രി. അതാണ് എല്ലാവർക്കും പ്രശ്നമായിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ തന്നെയാണത്. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അതൊരു വലിയ ബ്രാഞ്ചാണ് അത്. കാർബണിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് കാർബണിന്. അപ്പോൾ ആ പല ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിനും പല പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിനെ കുറിച്ച് എല്ലാം നമ്മൾ പഠിക്കണം. ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പും മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടി മാറും. അതിനെക്കുറിച്ചെല്ലാം ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനെങ്കിലും നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നത്. പക്ഷേ അത് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാകാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു റിയാക്ഷൻ ചെയ്യുന്ന പോലെയല്ല മറ്റൊരു റിയാക്ഷൻ വരാം. അപ്പോൾ ഒരേ റിയേജൻസ് തന്നെയുള്ള റിയാക്ഷൻ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ റിയാക്റ്റൻ്റ് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ പ്രൊഡക്റ്റ് മാറും. ചിലപ്പോൾ ഒരേ റിയാക്റ്റൻ്റ് ആണെന്നിരിക്കട്ടെ, അതിൻ്റെ റിയേജൻറ്റ് മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാറും. അതാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് റിയാക്റ്റൻറ്റിനെയും റിയേജൻറ്റിനെയുമാണ്. റിയാക്റ്റൻറ്റും റിയേജൻറ്റും നന്നായിട്ട് പഠിക്കുക, അല്ലാതെ പ്രൊഡക്റ്റ് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പ്രൊഡക്റ്റ് പഠിച്ചു വെച്ചാൽ നമ്മൾ കാണുന്ന എല്ലാ റിയാക്ഷൻസും നമ്മൾ ആ പ്രൊഡക്റ്റ് എഴുതി വയ്ക്കും. പക്ഷേ റിയാക്റ്റൻറ്റും റിയേജൻറ്റും നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ആൽക്കൈൽ ഹാലൈഡ് RX, ഇതിന് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അക്വസ് NaOH കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ROH ആണ്. അതേസമയം ഇപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് എഴുതുകയാണ്, CH3CH2Cl. ഇയാളെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ആൽക്കഹോളിക് KOH കൊണ്ടാണെങ്കിലുണ്ടല്ലോ, ഈ Clഉം ഇവിടെ നിന്ന് ഒരു H കൂടെ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ആൽക്കീന കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങൾ ആ റിയേജൻറ്റ് ശ്രദ്ധിക്കണം, അക്വസ് ആണോ ആൽക്കഹോളിക് ആണോ എന്ന്. കണ്ടോ? റിയാക്റ്റൻ്റ് സെയിം ആയിരിക്കാം, പക്ഷേ റിയേജൻറ്റ് മാറിയപ്പോൾ പ്രൊഡക്റ്റ് മാറി. അതും റിയേജൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നുള്ളൂ. ഇതിപ്പോൾ ഒരെണ്ണം KOH അല്ലേ ഒരെണ്ണം NaOH അല്ലേ എന്ന് ചോദിക്കേണ്ട, ഇത് NaOH എന്ന് സംഭവിക്കാം. ഓക്കെ, കണ്ടോ? അപ്പോൾ റിയാക്റ്റൻറ്റിനും റിയേജൻറ്റും അതിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചില റിയാക്ഷൻസിനൊക്കെ നെയിമുണ്ട്. അതവരുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കാം, ചിലപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേരനുസരിച്ചായിരിക്കും. ഇപ്പോൾ സ്റ്റീഫൻ റിയാക്ഷൻ, സാൻമേയേഴ്സ് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ, അങ്ങനെ ചില റിയാക്ഷൻസ് എല്ലാം സയൻറ്റിസ്റ്റിൻ്റെ പേരിലായിരിക്കും. ചിലത് ആ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും. ഇപ്പോൾ കാർബിലമീൻ റിയാക്ഷൻ, എന്തുകൊണ്ടാണ് അതിനെ കാർബിലമീൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്? പ്രൊഡക്റ്റ് കാർബിലമീൻ ഉണ്ടാകുന്നത് കൊണ്ടാണ്. പിന്നെ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, ഹോഫ്മാൻ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, അതായത് അമൈഡിനെ ബ്രോമിൻ ഉപയോഗിച്ച് ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ചില റിയാക്ഷൻസ് ആ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതിൻ്റെ പേര്, ചിലതിൻ്റെ പേര് അതിൻ്റെ സയൻറ്റിസ്റ്റുകൾ റിലേറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ നെയിമുള്ള റിയാക്ഷൻസ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം. കാരണം അങ്ങനെയുള്ള റിയാക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അവരെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ സ്പെഷ്യൽ നെയിം കൊടുത്തതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻസ് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഓർഗാനിക് കെമിസ്ട്രി എപ്പോഴും എഴുതി തന്നെ പഠിക്കുക. നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ആളുടെ സ്ട്രക്ചർ, ഇപ്പം ഞാനിതിങ്ങനെ വായിച്ചു പഠിക്കുകയാണ്, ഈഥൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് ആൽക്കഹോളിക് NaOH ഫോം ഈഥീൻ എന്ന് ഞാനിങ്ങനെ കാണാതെ പഠിച്ചു. എക്സാമിന് ഇത് എഴുതാൻ നോക്കുമ്പോൾ എങ്ങനെ എഴുതും? ഈഥൈൽ ക്ലോറൈഡ് അറിയാമോ നിങ്ങൾക്ക് എഴുതാൻ? ഇല്ല. ഈഥൈൽ ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് എന്നും പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഈഥൈൽ ക്ലോറൈഡ് എഴുതാൻ അറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ സെൻറ്റൻസ് ആയിട്ട് വേണമെങ്കിൽ എഴുതേണ്ടി വരും, ഈഥൈൽ ക്ലോറൈഡ്. പക്ഷെ അതിന് മാർക്ക് കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല ചിലപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാനാണെങ്കിലോ. അപ്പോൾ നമ്മൾ എഴുതി തന്നെ പഠിക്കണം ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ എഴുതി പഠിക്കുന്നതുകൊണ്ട് ഇത് മാത്രമല്ല ഒരു ഗുണം, ബാക്കി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എന്ത് സ്ട്രീമാണെങ്കിലും എഴുതി പഠിച്ചാൽ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ നിൽക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ എഴുതി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഒരു മെത്തേഡ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളൂ നമ്മുടെ മുമ്പിൽ. അപ്പോൾ കിട്ടുന്ന സമയത്തിൽ പുതിയ കാര്യങ്ങൾ ഇനി പഠിക്കാൻ നോക്കാതെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റീകളക്ട് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. ഒരു കാര്യം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണുന്ന പോലെയല്ല, ഒരു 10 പ്രാവശ്യം നമ്മളത് കണ്ടാൽ നമ്മൾ അതുമായിട്ട് കുറച്ചും കൂടെ ഫെമിലർ ആവും അല്ലേ. അതായത് ഇപ്പോൾ 2 × 5
10, 3 × 4 12. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രയും നാളത്തെ പഠിത്തത്തിനിടയ്ക്ക് ഒരുപാട് പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ആൻസർ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ 234 × 522 എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ? കാരണം എന്താ, അത്രയും വലിയ നമ്പേഴ്സ് നമ്മൾ ഡെയിലി ഇങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചെയ്ത് ശീലിച്ചിട്ടില്ല. സോ നമ്മുടെ ബ്രെയിനിനെ അതിന് ക്യാപ്പബിൾ ആക്കണം. കണ്ട കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേക കഴിവാണ് അല്ലേ? അപ്പം നമ്മൾ കണ്ടും അതുപോലെ എഴുതിയും ബ്രെയിനിൽ അത് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ബ്രെയിൻ തിരിച്ച് പ്രതികരിക്കും. അതായത് ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നോർത്ത് ബ്രെയിൻ അത് റീകളക്ട് ചെയ്തെടുക്കും. ഓക്കെ, സോ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും 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 പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി എന്തൊക്കെയാണ്? 1 റിയാക്റ്റൻറ്റും റീഏജൻറ്റും ശ്രദ്ധിച്ച് പഠിക്കുക. 2 എഴുതി പഠിക്കുക, എപ്പോഴും എഴുതി പഠിക്കുക ഓർഗാനിക്. 3 റിപ്പീറ്റഡ് ലേണിംഗ്, വീണ്ടും 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 പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും പഠിക്കാൻ ഒരുപാട് സമയം പോകില്ലേ എന്ന് ചോദിക്കും. ആദ്യമൊക്കെ സമയം പോകും, പക്ഷേ പിന്നീട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയാവും അത്. ഓക്കെ, ഇപ്പോൾ നെയിം റിയാക്ഷൻസ് എല്ലാം ഒരു പേപ്പറിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അതൊന്ന് ഓടിച്ചെടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലോട്ട് ചാർട്ട് പേപ്പർ ഫിക്സ് ചെയ്യുക. ആ ചാർട്ട് പേപ്പറിൽ പഠിക്കുന്ന പുതിയ റിയാക്ഷൻസ് അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ എല്ലാ ദിവസവും രാവിലെ ആ ചാർട്ട് പേപ്പറും ജസ്റ്റ് നോക്കിയാൽ മതി. ഇന്നലെ ഞാൻ ഇന്ന റിയാക്ഷൻസാണ് പഠിച്ചത്, ഇന്നതൊക്കെ പഠിച്ചു, അടുത്ത ദിവസം ആകുമ്പോൾ പിന്നെ തൊട്ടൊന്നുകൂടെ നോക്കുക. അങ്ങനെ ഒന്ന് ഫെമിലറൈസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അത് ഏതിന് റിലേറ്റ് ചെയ്ത റിയാക്ഷൻ ആയിരുന്നു, ഏത് ചാപ്റ്ററിൽ നിന്നുള്ള റിയാക്ഷൻ ആയിരുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നത് കുറച്ചും കൂടി എളുപ്പമാക്കിയെടുക്കാൻ പറ്റും. ഇനി പഠിക്കുന്നത് എളുപ്പമാക്കുന്നതിന് മുമ്പ് എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണമെങ്കിൽ ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് ആണ്. അതായത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യണമല്ലോ. ബോണ്ട് ബ്രേക്ക് ചെയ്താലേ റിയാക്ഷൻ നടക്കുള്ളൂ. സപ്പോസ് കാർബണും തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 2 വഴികളുണ്ട്. 2 വഴികളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തതിൻ്റെ പേരാണ് ഹോമോളിറ്റിക് ഫിഷൻ. ഹോമോളിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണാണ് അല്ലേ? അപ്പോൾ ഈ 2 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ ഈ കാർബണിനും 1 ഇലക്ട്രോൺ ഈ കാർബണിനും 2 പേർക്കും ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹോമോളിറ്റിക് ഫിഷൻ. അപ്പോൾ ഹോമോളിറ്റിക് ഫിഷൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. അതായത് ഒരൊറ്റ ഇലക്ട്രോൺ മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. സോ ഹോമോളിറ്റിക് ഫിഷൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് ഫ്രീ റാഡിക്കലായിരിക്കും. സോ ഫ്രീ റാഡിക്കൽ ഒരു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ്. ഇനി അതല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് ഫിഷനാണ് ഹെട്രോളിറ്റിക് ഫിഷൻ. ഹെട്രോളിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹെട്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻ്റ് ആയിട്ടല്ലേ? അതായത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൽ ആ ബോണ്ടിലെ 2 ഇലക്ട്രോൺ ഒരാൾ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ കൊണ്ടുപോകുന്ന കാർബണിന് നെഗറ്റീവ് ചാർജും മറ്റേ ആൾക്ക് പോസിറ്റീവ് ചാർജും. ഇതെപ്പോഴും കാർബൺ തന്നെ ആവണമെന്നില്ല കേട്ടോ, അത് ഹാലജനോ വേറെ എന്തെങ്കിലും ഗ്രൂപ്പുകളാവാം. അപ്പോൾ ഒരാൾക്ക് പോസിറ്റീവും കിട്ടാം, ഒരാൾക്ക് നെഗറ്റീവും കിട്ടാം. കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ വിത്ത് നെഗറ്റീവ് ചാർജിനെയാണ് നമ്മൾ കാർബാനയോൺ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് 2 തരം റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് കിട്ടി അല്ലേ? ഹോമോളിറ്റിക് ഫിഷൻ വഴിയും ഹെട്രോളിറ്റിക് ഫിഷൻ വഴിയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓർഗാനിക് റിയാക്ഷൻസ് ഭൂരിഭാഗവും നടക്കുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും ഇൻ്റർമീഡിയറ്റിലൂടെ ആയിരിക്കും. കാരണം ബോണ്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടായിട്ടായിരിക്കും ഒരു ഫർദർ റിയാക്ഷനിലേക്ക് പോവുക. അതിനെയാണ് നമ്മൾ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിസം പഠിക്കുമ്പോൾ ഇത് മനസ്സിൽ വെച്ച് പഠിക്കുക. എന്ത് ഇൻ്റർമീഡിയറ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്? പല റിയാക്ഷൻസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഒരു മെയിൻ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാ റിയാക്ഷനും ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകാം. ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കൽ ആവാം, കാർബോകാറ്റോൺ ആവാം, കാർബാനയോൺ ആകാം, കാർബീൻ എന്ന് പറയുന്നൊരു ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, കാർബീൻ, ചിലപ്പോൾ അതാകാം. അപ്പോൾ ഒരു റിയാക്ഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മെക്കാനിസം പഠിക്കുമ്പോൾ എപ്പോഴും ഇത് മനസ്സിൽ വെച്ച് പഠിക്കാം. അവിടെ ഒരു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവാം. ആ ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചായിരിക്കും ആ റിയാക്ഷൻ്റെ പ്രിഫറൻസ്. അപ്പോൾ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ടേർഷറി കാർബോകാറ്റോണിന് ഏറ്റവും സ്റ്റെബിലിറ്റി, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. അപ്പോൾ കാർബോകാറ്റോൺ ഇൻവോൾവ് ചെയ്യുന്നൊരു മെക്കാനിസത്തിൽ ടേർഷറി ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ മെക്കാനിസം പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻസ് പല തരമുണ്ട്. ഓർഗാനിക് റിയാക്ഷൻസ് ഒന്നാമത്തതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എല്ലാം നമുക്ക് പേരിൽ നിന്ന് തന്നെ കിട്ടുന്ന റിയാക്ഷൻസാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിന് പകരം മറ്റൊന്ന് കയറുക. അപ്പോൾ കണ്ടോ, RX ഇതിനെ ഞാൻ OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ROH ഉം X മൈനസും. കണ്ടോ?
അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ നിന്ന് ഒരു എക്സ് പോയി അവിടെ ഒരു OH മൈനസ് കയറിയിരുന്നു. അപ്പോൾ ഒന്നിന് പകരം മറ്റൊന്നിരിക്കുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെ 2 തരമുണ്ട്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും എന്താണെന്ന് അറിയണം. ന്യൂക്ലിയോഫൈൽ ആ പേരിലുണ്ട്, എല്ലാം പേര് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, ഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടം, ലവിങ് എന്നൊക്കെയാണ് ഫൈലിൻ്റെ അർത്ഥം. അപ്പം ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ന്യൂക്ലിയസ് ലവിങ്, ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്നവർ. ന്യൂക്ലിയസിന് എന്ത് ചാർജാ? പോസിറ്റീവ്. അപ്പം ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം പോസിറ്റീവിനെ ലവ് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് എന്നല്ലേ. അപ്പോൾ പോസിറ്റീവിനെ ലൈക്ക് ചെയ്യുന്ന ന്യൂക്ലിയോഫൈലിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. സോ ന്യൂക്ലിയോഫൈൽസ് ആർ നെഗറ്റീവ്ലി ചാർജ്. നേരെ തിരിച്ചാലോചിച്ച് നോക്കി, ഇലക്ട്രോഫൈൽസ് ദേ ആർ ഇലക്ട്രോൺ ലവിങ്. നെഗറ്റീവ് ചാർജിനെ ലവ് ചെയ്യുന്നവർക്ക് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ ഇലക്ട്രോഫൈൽസ് വിൽ ബി പോസിറ്റീവ്ലി ചാർജ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽസ് നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ഇലക്ട്രോഫൈൽസ് ആർ പോസിറ്റീവ്ലി ചാർജ്. പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സബ്സ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു നെഗറ്റീവായിട്ട്, ഇത് എക്സ് മൈനസ് ആയിട്ടുള്ള ഇറങ്ങിപ്പോയേ, ഒരു നെഗറ്റീവായിട്ടുള്ള ആൾ ഇറങ്ങിപ്പോയിട്ട് പകരം ഒരു നെഗറ്റീവായിട്ടുള്ള ആൾ കയറിയിരുന്നു. നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ന്യൂക്ലിയോഫൈൽസ്. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈലിന് പകരം മറ്റൊരു ന്യൂക്ലിയോഫൈൽ കയറിയിരുന്നു. സോ അത് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. കണ്ടോ? ഇനി അതേസമയം ഞാൻ വേറൊരെണ്ണം എഴുതുകയാണേ. ഒരു ബെൻസീൻ റിംഗ് ആണിത്. ഈ ബെൻസീൻ റിങ്ങിനെ ഞാൻ ക്ലോറിൻ വെച്ച് ട്രീറ്റ് ചെയ്യാണ്. എനിക്ക് എന്ത് കിട്ടി? ക്ലോറോ ബെൻസീൻ കിട്ടിയെന്ന് വിചാരിക്കാം. ക്ലോറോ ബെൻസീൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ആര് മാറിയിട്ട് അവിടെ ക്ലോറിൻ കയറിയത്? അതാ ഇവിടെ ഒരു എച്ച് ഉണ്ടായിരുന്നു, ഈ ബെൻസീനിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ആ ഹൈഡ്രജൻ മാറിയാണ് പകരം അവിടെ ക്ലോറിൻ കയറിയത് അല്ലേ. ഹൈഡ്രജൻ ഇവിടെ നിന്ന് എന്തായിട്ടാണ് മാറിയേ? എച്ച് മൈനസ് ആയിട്ടാണോ മാറിയത്? അല്ല, എച്ച് അവിടെ നിന്ന് പോയത് H+ ആയിട്ടാണ്. അതേസമയം ഇവിടെ Cl2 ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഈ Cl2 ഇങ്ങനെ പൊട്ടിയിട്ട് ഒരു Clന് പ്ലസ് ചാർജും മറ്റേ Clന് മൈനസ് ചാർജും വരും. ഈ ഹൈഡ്രജൻ H+ ആയിട്ട് റിമൂവ് ചെയ്യുമ്പോൾ അതിന് പകരം അവിടെ ഒരു Cl+ ആണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു H+ന് പകരം ഒരു Cl+ കയറുന്നു. സോ ഇത് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ആയിരിക്കും? ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. കാരണം ഒരു ഇലക്ട്രോഫൈലിന് പകരമാണ് മറ്റൊരു ഇലക്ട്രോഫൈൽ കയറിയത്. കണ്ടോ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനെ തന്നെ നമുക്കിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോളണം ഇലക്ട്രോഫൈലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എന്നിട്ട് അതിനനുസരിച്ചുള്ള എക്സാമ്പിൾ വേണം എഴുതാനായിട്ട്. ഓക്കെ, സോ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിക് റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻ. അത് വളരെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. രണ്ടാമത്തത് അഡീഷൻ റിയാക്ഷനാണ്. അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ ആർക്കൊക്കെ പറ്റുള്ളൂ? അഡീഷൻ റിയാക്ഷൻ പറ്റുന്നത് മൾട്ടിപ്പിൾ ബോൺസ് ഉള്ളവർക്കാണ്. ഡബിളോ ട്രിപ്പിളോ ബോൺസ് ഉള്ളവർക്കാണ് അഡീഷൻ റിയാക്ഷൻസ് പറ്റുക. ഫോർ എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH2, ഇതിനകത്തേക്ക് ഞാൻ ക്ലോറിൻ ആഡ് ചെയ്താൽ ആ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് രണ്ടിടത്തും ക്ലോറിൻ കയറും അല്ലേ. CH2Cl CH2Cl കണ്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആവുന്നത്, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് സാച്ചുറേറ്റഡ് ആവുന്നതാണ് അഡീഷൻ റിയാക്ഷൻ. ഇവിടെയും ഉണ്ട് ന്യൂക്ലിയോഫിലിക് അഡീഷനും ഇലക്ട്രോഫിലിക് അഡീഷനും. ഓക്കെ, ഇനി മൂന്നാമത്തത് എലിമിനേഷൻ റിയാക്ഷനാണ്. എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ റിയാക്ഷൻ അതും ആ പേര് തന്നെ ഉണ്ട്. കുഞ്ഞു മോളിക്യൂൾസ് അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് എലിമിനേഷൻ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ CH3CH2Cl, ഇതിനെ ഞാൻ ആൽക്കഹോളിക് KOH കൊണ്ട് ട്രീറ്റ് ചെയ്താൽ ബീറ്റ എലിമിനേഷൻ നടക്കും. ഇവിടെ നിന്നൊരു ക്ലോറിനും ബീറ്റ കാർബണിൽ നിന്നൊരു ഹൈഡ്രജനും പോയിട്ട് നമുക്ക് ആൽക്കീൻ കിട്ടും. കണ്ടോ? എലിമിനേഷൻ. എന്താ ഇവിടെ എലിമിനേറ്റ് ചെയ്തത്? HCl. ഇപ്പോൾ ചെറിയ മോളിക്യൂൾസ് ലൈക്ക് HCl, വാട്ടർ, അമോണിയ, അങ്ങനത്തെ കുഞ്ഞു മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ആവുന്നതിനെയാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എലിമിനേഷൻ വഴി സിംഗിൾ ഡബിൾ ആവും, അഡീഷൻ വഴി ഡബിൾ സിംഗിൾ ആവും. കണ്ടോ? അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താ അവിടെ നടന്നതെന്ന്. എന്നാലാണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓരോ റിയാക്ഷനും ഇങ്ങനെ കുത്തിയിരുന്ന് ഒരുപാട് പഠിക്കേണ്ടി വരാതിരിക്കുള്ളൂ. ഓക്കെ, അതായത് അഡീഷൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾ ഹാലോ ആൽക്കീൻസിൻ്റെ അഡീഷൻ റിയാക്ഷൻ പഠിക്കാൻ പോയാൽ അല്ലെങ്കിൽ ആൽഡിഹൈഡ്സിൻ്റെ അഡീഷൻ റിയാക്ഷൻ പഠിക്കാൻ പോയാൽ അഡീഷൻ എന്താണെന്ന് ആദ്യമേ പഠിക്കേണ്ടി വരും. അങ്ങനെ ഉള്ളിലേക്ക് കയറി ഒരുപാട് പഠിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ബേസിക് ഇൻഫർമേഷൻസ് ആദ്യമേ നമുക്കറിയാമെങ്കിൽ
നമുക്ക് ആ ഹെഡിങ്സ് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ആൽഡിഹൈഡ്സിൻ്റെ അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൽഡിഹൈഡിൻ്റെ C ഡബിൾ ബോണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്തോ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞിരിക്കാം. ഇനി ഇതിലൊരു റിയാക്ഷൻ കൂടി ഉണ്ട്, റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. അത് നമുക്ക് കൂടുതൽ അങ്ങനെ ഡീൽ ചെയ്യേണ്ടി വരാറില്ല. ജസ്റ്റ് ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിരുന്നിട്ട് പുതിയ കോമ്പൗണ്ട് ഉണ്ടാകുന്നതാണ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. ഇത് മൂന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടി വരിക. മിക്ക ചാപ്റ്ററിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇതിലേതെങ്കിലുമൊക്കെ റിയാക്ഷൻസ് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇവരെന്താണ് എന്ന് ബേസിക്കലി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. ഒരു ബേസിക് ഇൻഫർമേഷൻ ഉണ്ടാക്കിയെടുക്കുക ഓർഗാനിക്കിനെ കുറിച്ച്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ട്രിക്സ് എല്ലാം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ പറ്റും. പിന്നെ എനിക്കതിൽ പറഞ്ഞു തരാനുള്ളൊരു കാര്യം ഈ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻസാണ്. ആ ഏജൻസിനെ ആരോടെ പൊക്കത്ത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതെന്താ അവിടെ നടന്നിരിക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ PCC ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. KMnO4, K2Cr2O7 ഇതെല്ലാം എന്ത് ഏജൻസാണ്? ദേ ആർ ഓക്സിഡൈസിങ് ഏജൻസ്. അതേസമയം ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ്, ഹൈഡ്രജൻ ബാർ മെറ്റൽ ഇതെല്ലാം എന്ത് ഏജൻസാണ്? ദേ ആർ റെഡ്യൂസിങ് ഏജൻസ്. അപ്പോൾ ഇവരെയൊക്കെ ആരോയുടെ പൊക്കത്ത് കണ്ടാൽ നിങ്ങൾ ഫെമിലർ ആയിരിക്കണം. ഇവരെ കണ്ടാൽ ഓർക്കുക ഇത് ഓക്സിഡേഷൻ ആണെന്നും ഇവരെ കണ്ടാൽ അത് റിഡക്ഷൻ ആകാമെന്നും പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാകും. ഇതിൽ രണ്ട് ഏജൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. PCC ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യാതെ ഓക്സിഡേഷൻ നടത്തുന്ന ആളാണ് PCC. ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യാതെ റിഡക്ഷൻ നടത്തുന്ന ആളാണ് NaBH4. ഓക്കെ, അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ അതും കൂടെ കെയർഫുൾ ആയിരിക്കണം. ഇവർക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, ഇവർ ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യില്ലല്ലോ എന്ന് നമ്മൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓക്സിഡൈസിങ് ഏജൻസ് ആൻഡ് റെഡ്യൂസിങ് ഏജൻസിനെ ഫെമിലർ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അത് പഠിക്കുമ്പോൾ ആ ഏജൻസ് സ്പെഷ്യലായിട്ട് പഠിക്കേണ്ടി വരില്ല. ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നങ്ങ് ഓർത്താൽ മതി. HNO3 ഒക്കെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അതൊക്കെ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ എക്സാമ്പിളാക്കി പഠിച്ചു വയ്ക്കാം. പിന്നെ ജനറൽ കൺവേർഷൻസ് അറിഞ്ഞിരിക്കുക. കുഞ്ഞു ജനറൽ കൺവേർഷൻസ്. അതായത് ഇപ്പോൾ ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കിട്ടും. ആൽഡിഹൈഡ്സ് കീറ്റോൺസിനെ ഫർദർ ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. കണ്ടോ? അപ്പോൾ ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസ്, അതിന് വീണ്ടും ഫർദർ ഓക്സിഡേഷൻ നടത്തിയാൽ കാർബോക്സിലിക് ആസിഡ്. തിരിച്ച് പുറകോട്ട് അല്ലെങ്കിൽ എന്ത് നടത്തിയാൽ മതി? റിഡക്ഷൻ നടത്തിയാൽ മതി. കാർബോക്സിലിക് ആസിഡിന് റിഡക്ഷൻ നടത്തിയാൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസ്, ആൽഡിഹൈഡ്സ് കീറ്റോൺസിന് റിഡക്ഷൻ നടത്തിയാൽ ആൽക്കഹോൾസ്. കണ്ടോ? അപ്പോൾ ഇത് ജനറലി പഠിച്ചു വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടി. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും? ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷൻ്റെ 2 മെത്തേഡ് പറയാൻ പറഞ്ഞാൽ, ഒന്ന് എന്ത് പറയാം? ആൽഡിഹൈഡ്സ് കീറ്റോൺസിന് റിഡക്ഷൻ നടത്താമെന്ന് പറയാം. 2 എന്ത് പറയാം? കാർബോക്സിലിക് ആസിഡിന് റിഡക്ഷൻ നടത്താമെന്ന് പറയാം. ഇനി നിങ്ങളോട് ആൽഡിഹൈഡ്സ് കീറ്റോൺസിന് പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡ് പറയാൻ പറഞ്ഞാൽ ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്താം, അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡിനെ റിഡക്ഷൻ നടത്താം. കണ്ടോ? 2 പ്രിപ്പറേഷനായി. ഇനി ആൽക്കഹോളിൻ്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി പറയാൻ പറഞ്ഞാൽ ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കിട്ടുമെന്ന് പറയാം. കണ്ടോ? അപ്പോൾ ഈ ഒരു ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പല റിയാക്ഷൻസും പല പ്രിപ്പറേഷൻസും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് റിഡക്ഷൻ ഓക്സിഡേഷനാണ്. അതുപോലെ സയനൈഡ് ഗ്രൂപ്പിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് COH ഗ്രൂപ്പാണ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. സയനൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ COH കിട്ടും. അതേസമയം സയനൈഡിനെ നിങ്ങൾ നടത്തുന്നത് റിഡക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് CH2NH2 അമീന കിട്ടുന്നത്, അമീൻ. കണ്ടോ? അപ്പോൾ ഒരേ ആളെ തന്നെ പല കണ്ടീഷനിൽ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല പ്രൊഡക്ട്സാണ് കിട്ടുന്നത്. അപ്പോൾ സയനൈഡ് തന്നിട്ട് മുകളിൽ ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് അപ്പുറം കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചിന്തിക്കണം. സയനൈഡിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്ത് കിട്ടും? ഓക്കെ, അല്ലാതെ ഓരോ കോമ്പൗണ്ടായിട്ട് നമുക്ക് കാണാതെ പഠിക്കാൻ നടക്കില്ലല്ലോ. അങ്ങനെ എന്തുമാത്രം നമ്മൾ പഠിച്ചാലാ? അത്രയൊന്നും പഠിക്കാനുള്ള പവർ നമുക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ആരായേനെ അല്ലേ? ഓക്കെ, അപ്പോൾ ജനറലി പഠിക്കാം. ഏത് സയനൈഡ് എടുത്താലും അതിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ കാർബോക്സിലിക് ആസിഡ്, റിഡക്ഷൻ നടത്തിയാൽ അമീൻ. കണ്ടോ? അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക. കുഞ്ഞു കാര്യങ്ങൾ, അതുപോലത്തെ കാര്യങ്ങൾ, റിഡക്ഷൻ, ഓക്സിഡേഷൻ, ഹൈഡ്രോളിസിസ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ളത് ഓർത്ത് വയ്ക്കുകയും കൂടെ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രീനെ ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്രിക്കുകളെല്ലാം വെച്ച് ഇനി നിങ്ങൾ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സ് ഒന്ന് പഠിക്കാൻ ട്രൈ ചെയ്ത് നോക്ക്. ഇനി സമയമുണ്ട്, കുറച്ച് ദിവസം കൂടി ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒന്നും കൂടെ ഒന്ന് പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആവും, എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.